ഈ വീക്കെൻഡിൽ ദൈവം നമ്മോട് പ്രത്യേകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അത് ഇന്നലെ പ്രാർത്ഥനയിൽ കൂടെയും സാക്ഷ്യത്തിൽ കൂടെയും അത് ആരംഭിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ സാധാരണ ഞായറാഴ്ചത്തെ ലേഡീസ് മീറ്റിംഗ് ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇന്ന് ഞാൻ ഈ പ്രസംഗം ക്രമീകരിക്കേണ്ടത് കൊണ്ട് എനിക്ക് അത് മുഴുവനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ പ്രസംഗം എല്ലാം കഴിഞ്ഞ് താഴെ വന്നപ്പോൾ ജെസ്സി പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ശകലം ഞാൻ കേട്ടു. സിമിയുടെ പ്രസംഗമാണ്. ആ ഒരു വാചകമേ ഞാൻ കേട്ടുള്ളൂ. ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ശക്തമായി സംസാരിച്ചു. ദൈവം ഒരിക്കലും ഗോതമ്പ് ചതച്ച് കളയില്ല. മെതിക്കുമ്പോൾ ചതച്ച് കളയുന്നവനല്ല നമ്മുടെ ദൈവം. ഉടപന ഗജര ശബന. ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ദുഃഖത്തോടും പ്രയാസത്തോടും കൂടെയൊക്കെ കടന്നു പോകുന്ന ആ ദിവസങ്ങളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവം കഷ്ടമനുഭവിച്ചാൽ ആ ശരീരം മുഴുവനും കഷ്ടമനുഭവിക്കുക. ഉടഭാഷകന ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വളരെ ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ കൂടെ ഒക്കെ കടന്നു പോവുക. ഈ ശബ്ദം കേട്ടപ്പോൾ, സിമി പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ എന്നും ചതഞ്ഞു നോക്കി ഇരിക്കുകയാണോ? പെട്ടെന്ന് ഒരു വചനം എന്നോട് ഇടപെട്ടു. ആ വചനം പ്രൈമറി ലെവലിൽ സിമിക്കുള്ളതാണ്. അതിന് ശേഷം സെക്കൻഡറി ലെവലിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള വചനമാണ്. പ്രൈസ് ഗോഡ്. ദൈവം, ആദ്യത്തെ വചനം, ദൈവം മെതിവണ്ടി കൊണ്ട് ധാന്യത്തെ മെതിക്കുമ്പോൾ അത് ചതച്ച് കളകയില്ല. ഓരോന്നിൻ്റെ സാഹചര്യം അറിഞ്ഞ് കരിഞ്ജീരകത്തെയും ജീരകത്തെയും എല്ലാം വടി കൊണ്ടും കോലുകൊണ്ടും ഒക്കെ തല്ലി എടുക്കും. എന്നാൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്നോട് സംസാരിച്ച വചനം അത് ദൈവസഭ ഏറ്റെടുക്കണം, വിശ്വാസത്തോടെ ഏറ്റെടുക്കണം, സിമി ഏറ്റെടുക്കണം. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും ഹല്ലേലൂയ പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി തീർക്കും. ഉടപന ഗജന രബന ശബന ഹല്ലേലൂയ. നമ്മെ പുതിയതും മൂർച്ചയേറിയതും പല്ലുകളുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കി തീർക്കും. നീ പർവ്വതങ്ങളെ മെതിക്കും, നീ അവയെ പൊടിയാക്കും, അവ കാറ്റുപോലെ പതറിപ്പോകും. ഉടപന ഗജന രബ ശബന ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് ഏറ്റെടുപ്പാൻ കഴിയട്ടെ. നമ്മുടെ കണ്ണുകൊണ്ട് അതെന്താണെന്ന് കാണുന്നില്ല എങ്കിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ തറമുകളുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുള്ള ബന്ധത്തിൽ ഉടപന ഗജന വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ പുതിയ മേഖലകളിലേക്ക്, പുതിയ ബന്ധാവുകളിലേക്ക്, പുതിയ അനുഭവങ്ങളിലേക്ക് ദൈവസഭയെ നടത്തും. ഓ റബന ശബനഗന ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ആഴ്ച സംസാരിച്ച ഞാൻ വേദഭാഗം അതൊന്നും കൂടെ അല്പസമയം കൂടെ എനിക്ക് ലഭിച്ചത് കൊണ്ടൊന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പറഞ്ഞ കാര്യം പെട്ടെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. 1:19 വാക്യത്തിൽ പൗലോസ് ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ 2 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം അവരുടെ വിളിയെക്കുറിച്ചുള്ള പ്രത്യാശയും അതുപോലെ തന്നെ അവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന മഹിമാധനവും ഇന്നതെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് അറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ആ വാക്യത്തിൽ ഞാൻ പറഞ്ഞു, ഉടനീളം എഫെസ്യ ലേഖനം ഉടനീളം അപ്പോസ്തലനായ പൗലോസ് അധികാരത്തിൻ്റെ ഭാഷ, ശക്തിയുടെ ഭാഷ, പവർ ലാംഗ്വേജ് ഉടനീളം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ശക്തിയോടുള്ള ബന്ധത്തിൽ 4 പദങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ കാര്യം നിങ്ങളോട് പറഞ്ഞാണ്. 4 പദങ്ങൾ ശക്തിയോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഡുനാമിസ്, എനർജിയ, ക്രാറ്റോസ്, ഇസ്കീസ്. 4 പദം ഒറ്റ വാക്കിലാണ്. 18-ാം വാക്യത്തിൽ മഹിമാദിൽ നിന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം 4 വാക്കുകളാണ്. പവർ, ഡൈനാമിക്സ്, ദെൻ വർക്കിംഗ്, വ്യാപാര ശക്തി, പ്രവർത്തിക്കുന്ന ശക്തി. മൂന്നാമതായിട്ട് സ്ട്രെങ്ത്, ബലം.
വല്ലഭത്വം. വല്ലഭത്വം മലയാള ഭാഷയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കല്ല. വല്ലഭത്വം മൈറ്റ് ഇംഗ്ലീഷിലുണ്ടത്. ഇംഗ്ലീഷിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതിനെ നാം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം വായിക്കാം: ബി സ്ട്രെങ്തൻഡ് ഇൻ ദ ലോർഡ് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് മൈറ്റ്. 6:10. അത് ആത്മീയ ഈ ദൈവത്തിൻ്റെ ഈ പവറിൻ്റെ പ്രവർത്തനം, ഈ ദൈവശക്തിയുടെ വ്യാപാരം ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നാം ഇന്ന് 4 പദങ്ങൾ. ഒന്ന് ഡുനാമിസ്, ദൈവത്തിൻ്റെ ശക്തിയുടെ കേന്ദ്രം, ശേഷി, കഴിവ്. 4 വാക്യങ്ങളും നമ്മൾ എടുത്തു പറഞ്ഞു. പൊട്ടൻഷ്യൽ പവറാണ്. ദൈവത്തിന് പൊട്ടൻഷ്യൽ പവറുണ്ട്, ശേഷിയുണ്ട്, കഴിവുണ്ട്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുന്നത് ദൈവത്തിൻ്റെ ആ വലിയ പവർ ഹൗസിൽ നിന്ന്, ആ സ്റ്റോറിൽ നിന്ന് വിശ്വാസം എന്ന മാധ്യമ മുഖാന്തരം നാം അതിനെ ഏറ്റെടുക്കുമ്പോൾ അത് വിശ്വാസമായി പരിണമിക്കും, അത് ഹീലിംഗായി പരിണമിക്കും. മർക്കോസ് 5:30 വായിക്കുന്നു, കർത്താവ് പറയുന്നു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. ഈ ശക്തി ഇന്നും അവൈലബിൾ ആണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് എനർജി വേണം. എനർജിയാ ആ വാക്ക്, എനർജി എന്നുള്ള വാക്കാണ്. ആ എനർജി, ഊർജം, ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നത് വിശ്വാസത്തോടെ നമ്മളത് ഏറ്റെടുക്കുമ്പോഴാണ്. അപ്പോൾ വ്യാപാര ശക്തി എന്നുള്ളതെല്ലാം ഇംഗ്ലീഷിലെ പുതിയ പരിഭാഷയിൽ വർക്കിംഗ്, പ്രവർത്തിക്കുന്ന ശക്തി. ദൈവത്തിൽ നിന്നുള്ള അപാരമായ, അതുല്യമായ, അളക്കാൻ കഴിയാത്ത അതുല്യമായ ഈ ശക്തി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുന്നത് വിശ്വാസം എന്ന മാധ്യമത്തിൽ കൂടാ. ഹല്ലേലൂയ. 3:20 നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിവ് ഉള്ളവന്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നാം നമ്മുടെ ആണ്ടർതിയിൽ ആ മെസ്സേജ് അത് ദൂതായിട്ട് വളരെ ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞാഴ്ച ഞാൻ പറഞ്ഞു, സുജന്ത ഏറ്റെടുത്തിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന് ചിലത് ചെയ്യുവാൻ കഴിയും. He is able to do. നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ദൈവം. നാം 7 കാര്യം ഒറ്റ വാക്യത്തിൽ 3 നാം ചോദിക്കുന്നതെല്ലാം അവൻ നൽകിത്തരാൻ ശക്തനാണ്. നാം ചിന്തിക്കുന്നതെല്ലാം നൽകിത്തരാൻ ശക്തനാണ്. നാം ചോദിക്കുന്നതെല്ലാം മോർ ദാൻ, നാം ചിന്തിക്കാൻ അപ്പുറമായി, ചോദിക്കുന്നതിൻ്റെ അപ്പുറമായി, ഉപരിയായി, അത്യന്തം പരമായി. ഒറ്റ വാക്യത്തിൽ തന്നെ അത്രയും മെസ്സേജ് അങ്ങ് ഉൾക്കൊള്ളിച്ചിരിക്കുക പൗലോസ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി, അതിൻ്റെ അപ്പുറമായി ചെയ്യുവാൻ കഴിയുന്ന ദൈവം. അപ്പോൾ ഈ വ്യാപാര ശക്തിയിലൂടെ, എനർജിയിലൂടെ, വിശ്വാസം എന്ന മാധ്യമത്തിലൂടെ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുപ്പാൻ നമുക്ക് കഴിയും. ഇന്ന് സമയത്തിൻ്റെ പരിമിതി മുഖാന്തരം ഞാൻ 6:10 നമ്മൾ പ്രത്യേക കോണ്ടെക്സ്റ്റ്, നമ്മൾ ഒരു ടീം ഇന്ന് മിഷൻ വർക്കിന് വേണ്ടി കടന്നു പോകുന്നു ആയതുകൊണ്ട് ഈ ദൈവിക ശക്തിയുടെ പ്രവർത്തന മണ്ഡലം വേറെ ഒരു നിലവാരത്തിലേക്ക് ഒന്ന് നാം ചോദിക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും വിശ്വാസത്തോടുകൂടെ ഹീലിംഗായി, സൗഖ്യമായി, വിടുതലായി, ദൈവകൃപയായിട്ടൊക്കെ നമുക്ക് പ്രാപിക്കാം. എന്നാൽ അതിൻ്റെ അപ്പുറമായി, അടുത്ത ലാസ്റ്റ് സ്ലൈഡ്, അതിൻ്റെ അപ്പുറമായി ഒന്ന് എഫേസ്യർ 6:10 ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. മലയാളം പരിഭാഷയിൽ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അവിടെ ഈ 1:19 4 വാക്കുകൾ, 4 അധികാരത്തെ, ശക്തിയെ കാണിക്കുന്ന 4 വാക്കുകൾ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. ആ 4-ൽ 3 ഈ 6:10 ഉപയോഗിച്ചിട്ടുണ്ട്. ഡുനാമിസ് ഉപയോഗിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുടെ കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ മൈറ്റ്, ദൈവത്തിൻ്റെ സ്ട്രെങ്ത്, അതാണ് കരുത്ത്. അതാണ് നാം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. പുതിയ പരിഭാഷയിൽ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത കരുത്തിലും, ബലത്തിൻ്റെ കരുത്തിലും എന്ത് ചെയ്യണം? നാം ശക്തിപ്പെടണം. അപ്പോൾ 3 പദം പുതിയ പരിഭാഷയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒറിജിനൽ പരിഭാഷയോടുള്ള ബന്ധത്തിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
ഒടുവിൽ കർത്താവിലും അവൻ്റെ ബലത്തിൻ്റെ കരുത്ത്, മൈറ്റ്, വല്ലഭത്വം. അപ്പോൾ ഇതെല്ലാം ഒരേ വാക്കിൻ്റെ വിവിധങ്ങളായ അർത്ഥങ്ങളാണ്. ഗോഡ്സ് മൈറ്റ്, ഇൻഹെറൻ്റ് സ്ട്രെങ്ത്, ടോട്ടാലിറ്റി ഓഫ് ഗോഡ്സ് പവറാണ്. ഈ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ മാത്രമായിട്ട് എടുത്ത് ഊന്നി പറയുന്ന, താൻ ലേഖനം അവസാനിക്കുന്നതിന് മുമ്പ് ഊന്നി പറയുന്ന ഒരു പ്രത്യേക വിഷയമാണ് ആത്മീയ പോരാട്ടം, സ്പിരിച്വൽ വാർഫെയർ. എന്തുകൊണ്ടാണ് പൗലോസ് മറ്റു വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നത്? എഫേസ്യ ലേഖനത്തിൽ എത്രയോ പ്രാവശ്യം പവർ ലാംഗ്വേജ്, അധികാരത്തിൻ്റെയും ശക്തിയുടെയും ഭാഷ, ഈ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഈ ദൈവശക്തി യേശുക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും ഇപ്പോഴുള്ളതിനും വരുവാനുള്ളതിനും സിംഹാസനങ്ങൾക്കൊക്കെ മേലെ കർത്താവ് ഇരുത്തി അദൃശ്യ മണ്ഡലങ്ങളിൽ മേലുള്ള ഒരു അധികാരം യേശു മുഖാന്തരം നാം പ്രാപിച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ 6:10 കർത്താവിലും, അത് ഇംഗ്ലീഷിൽ ബി സ്ട്രെങ്തൻഡ് ഇൻ ദ പവർ ഓഫ് ദ ലോർഡ്, ബി സ്ട്രെങ്തൻഡ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ഹിസ് സ്ട്രെങ്ത് ഓഫ് ഹിസ് ആൻഡ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് മൈറ്റ്, ആൻഡ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് മൈറ്റ്. സ്ട്രെങ്ത് വന്നു, പവർ വന്നു, മൈറ്റ് വന്നു. ഇത് ഇംഗ്ലീഷ് പരിഭാഷകളിലും മലയാളത്തിലൊക്കെ കൊണ്ടുവരാൻ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ 3 പദം. അപ്പോൾ എന്തിനാണ് ആത്മീയ പോരാട്ടത്തോടുള്ള ബന്ധത്തിൽ ഈ 3 പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഈ മൈറ്റ്, കരുത്ത്, ബലമെന്നൊക്കെ പറയുന്നത് ദൈവത്തിൽ തന്നെ ബി സ്ട്രെങ്തൻഡ് ഇൻ ദ ലോർഡ് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് മൈറ്റ്. അപ്പോൾ ഈ പദങ്ങൾ പല ഭാഗങ്ങളിൽ പൗലോസ് തന്നെ തൻ്റെ ആശീർവാദ പ്രാർത്ഥനയിൽ താൻ പറയുന്നിടത്ത് ഈ പദങ്ങൾ എടുത്തെടുത്ത് താൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് നിങ്ങളെ ചില വാക്യങ്ങൾ കാണിക്കാം. നമ്മുടെ സമയത്തിൻ്റെ പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നിടത്ത് നാം വായിക്കുന്ന ഈ വേദഭാഗത്ത് അവൻ്റെ അമിതമായ ശക്തിയിൽ, കരുത്തിൽ നാം ബലപ്പെടണം എന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്ന സ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് പൗലോസ് ഈ കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു? കാരണം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ തൻ്റെ മിഷണറി യാത്രയോടുള്ള ബന്ധത്തിൽ കടന്നുപോയപ്പോൾ തനിക്ക് അവിടെ നേരിട്ട പ്രതിസന്ധികൾ, ആത്മീയ പോരാട്ടങ്ങൾ, 3 നിലയിലുമുള്ള സ്പിരിച്വൽ സ്ട്രഗിൾസ് തനിക്കുണ്ടായി. നിങ്ങൾ പിന്നീട് അത് വായിച്ചാൽ മതി. അതുകൊണ്ടാണ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച്, ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് വളരെ വിശദമായി പൗലോസ് പറയുകയാണ്. 1-ാം അധ്യായത്തിൽ ദൈവിക ശക്തിയുടെ അളവറ്റ ശക്തിയെക്കുറിച്ച്, വ്യാപാരത്തെക്കുറിച്ച്, പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ താൻ പറഞ്ഞതിന് ശേഷം താൻ പറയുന്നു, അദൃശ്യമണ്ഡലങ്ങളിന്മേലെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജയം പ്രാപിച്ചു. അതിൻ്റെ മേളിൽ വേറൊരു ശക്തിയില്ല. അല്ലെങ്കിൽ വാഴ്ചകളോടും അധികാരങ്ങളോടും ഭരണ സംവിധാനങ്ങളോടും അധികാരത്തോടും സകലത്തിൻ്റെ മേലും നമ്മുടെ കർത്താവിനെ ഉയർത്തി കർത്താവ് അവിടെ വാഴുന്നുണ്ട്. അതുകൊണ്ട് മരണത്തെ മാത്രമല്ല, അതിൻ്റെ വേളിൽ ഉയർപ്പ്, അസെൻഷന്, കർത്താവിൻ്റെ ഉയർപ്പ്, കർത്താവിൻ്റെ വാഴ്ച, ഇതിലെല്ലാം വ്യാപരിച്ച് ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ വ്യാപാരമാണ്. ഈ വേദഭാഗം വരുമ്പോൾ ഈ പ്രത്യേക വേദഭാഗത്ത് കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം എന്ന് പറയാനുള്ള കാരണം, 19-ാം അധ്യായത്തിൽ പൗലോസ് മിഷണറി ദൗത്യത്തിനായി കടന്നു പോകുമ്പോൾ നമുക്കറിയാം പൗലോസ് ശക്തിയോടുകൂടെ തന്നെ പ്രവർത്തനം ചെയ്യുകയാണ്. പൗലോസിൻ്റെ മേളിൽ നിന്ന് ഉത്തരീയമോ റുമാലോ കൊണ്ടിട്ടാൽ രോഗികൾ അവിടെ സൗഖ്യമാകുകയും ദുഷ്ടാത്മാക്കളെല്ലാം വിട്ടുപോവുകയും ചെയ്യുന്ന കാഴ്ച. അതാണ് പ്രൈമറി ലെവൽ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ, നാം വചനം ശുശ്രൂഷിക്കുമ്പോൾ, ഹല്ലേലൂയ, അന്യായ ശക്തികൾക്ക് യാതൊരു ഇടവുമില്ലാതെ വിട്ടുപോകുന്ന അവസ്ഥയാണ് 1-ാമത്തെ പ്രൈമറി ലെവൽ. പൗലോസ് ഇത് 3 എഫെസോസിൽ അനുഭവിച്ച വ്യക്തിയാണ്.
അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കളെല്ലാം അലറിക്കൊണ്ട് ഓടിമറയുന്ന കാഴ്ച. ഉടപന ഗജന രപന ശപന. ഹല്ലേലൂയ. വചനശക്തിയോടെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ദൈവജനം ആരാധിക്കുകയും ദൈവജനം മുന്നേറുകയും ചെയ്യുമ്പോൾ യാതൊരു അശുദ്ധ ശക്തിയും, യാതൊരു അന്യായ ശക്തിയും, യാതൊരു ഇരുട്ടിൻ്റെ ശക്തിയും, യാതൊരു ദേശാധിപതി ശക്തിയും നമ്മുടെ മധ്യേ വാഴുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ അതാ പ്രൈമറി ലെവല്. രണ്ടാമത്തെ ലെവല് ഒക്കൾട്ടിക് ലെവലാണ്. താൻ ഇങ്ങനെ പ്രസംഗിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നാം അവിടെ കാണുന്ന കാര്യം, മന്ത്രവാദം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കൂട്ടരെ കണ്ടുപിടിച്ചു. അവരെന്ത് ചെയ്യുന്നറിയാമോ? വചനത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുന്നേറ്റത്തിൽ അവരെ മന്ത്രവാദം ചെയ്ത 50,000 വെള്ളിക്കാശിനുള്ള പുസ്തകങ്ങൾ കൊണ്ട് അവിടെ വെച്ചു. വലിയ ലൈബ്രറി, നമ്മുടെ ലൈബ്രറിക്കാട്ടിലെ 50,000. നിങ്ങൾ ചിന്തിക്കണം, ആ കാലത്ത് 50,000 വെള്ളിക്കാശ് വിലമതിക്കുന്ന മന്ത്രവാദത്തെ കുറിക്കുന്ന പുസ്തകം അവിടെ കൊണ്ടുവച്ചു, പൗലോസിന് മുന്നിലിട്ടു. അതാണ് രണ്ടാമത്തെ ലെവല്, ഒക്കൾട്ടിക് ലെവല്. മൂന്നാമത്തെ ലെവൽ ഓഫ് സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് ദേശാധിപതി ശക്തികളുടെ മേലുള്ള അധികാരമാണ്. പൗലോസ് വലിയ ശക്തമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അവിടെ അർത്തമീസ് ദേവിയുടെ ബിംബം ഉണ്ടാക്കി ഇത് വിൽക്കുന്ന കൊല്ലൻ ദിമിത്രിയോസ് പറഞ്ഞു, ഇവനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ പണി പോവും. എല്ലാവരും അവൻ്റെ ഭാഗത്ത്, യേശുവിൻ്റെ ഭാഗത്ത് കൂടുകയാണ്. അവിടെ വലിയ പ്രയാസമുണ്ടായി. അർത്തമീസ് മഹാദേവി വലുതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയൊരു പ്രശ്നങ്ങളുണ്ടായി. അതാണ് ടെറിട്ടോറിയൽ ലെവൽ വാർഫെയർ എന്ന് പറയുന്നത്. ഓരോ ദേശത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. അത് ടെറിട്ടോറിയലായി, നമ്മുടെ ദൈവത്തിൻ്റെ അത്രയും ശക്തി ഇല്ലെങ്കിലും ഇവർ ഓരോ ഏരിയയിൽ ഓരോ വിഷയത്തിൻ്റെ മേൽ ജനങ്ങളെ തെറ്റിക്കാനും ഒക്കെ ആയിട്ട് നടക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചോ വാഴ്ചകളെക്കുറിച്ചോ അധികാരങ്ങളെക്കുറിച്ചോ ഭരണതലങ്ങളിലും എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലും മേഖലകളിലും എല്ലാം ഈ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ സ്കൂളിൽ വിടുന്ന, ഇവിടെ ഒരു കൺസർവേറ്റീവ് സ്റ്റേറ്റ് ആയിട്ട് പോലും എൻ്റെ മകള് വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അവൾ പറഞ്ഞു, ഡാഡി പ്രത്യേകം പ്രാർത്ഥിക്കണം. 5 വയസ്സുള്ളൊരു കുഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ ആ കുഞ്ഞിനോട് പറഞ്ഞു പഠിപ്പിക്കുന്നത്, നീ നിൻ്റെ സെക്ഷൽ ഐഡൻറ്റിറ്റി ഇപ്പോൾ പറയണ്ട, നീ ആണാണോ പെണ്ണാണോ എന്ന് നീ ഇപ്പോൾ പറയണ്ട. നോക്കിക്കോണം, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, കുഞ്ഞു മനസ്സുകളിൽ ഇടുന്ന, കുരുന്നു മനസ്സുകളിൽ ഇടുന്ന, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, വാഴ്ചകൾ, അധികാരങ്ങൾ. ഇത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ, നമ്മുടെ ചിന്താഗതികളിലെല്ലാം ഈ വിഷം പിശാച് പായിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം എടുത്താൽ സെക്സ് അറ്റ് ദ ബർത്ത്, ജനിച്ചപ്പോൾ, പിന്നെ ലീഗൽ ബർത്ത്, നിൻ്റെ പ്രിഫേർഡ് ബർത്ത്, ഞാനത് തീരുമാനിക്കുന്ന ആണാന്നോ പെണ്ണോ, ഞാനിപ്പോൾ പറയാം പെണ്ണാന്നേര് പെണ്ണ്. എന്തോ ഒരു വിരോധാഭാസം. നമുക്കിത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. 5 വയസ്സുള്ളൊരു കുഞ്ഞിനോട് പറയുകയാണ്, നീ ആണും പെണ്ണും ഒന്നും അല്ല, നീ നിനക്ക് പ്രായമാകുമ്പോൾ നീ അങ്ങ് ഡിസൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, നമ്മുടെ കർത്താവ് ഈ ശക്തി പ്രാപിച്ച ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മുടെ കർത്താവ് സകല വാഴ്ചകളുടെ മേലും, സകല ഭരണത്തിൻ്റെ മേലും, സകല അധികാരത്തിൻ്റെ മേലും ജയം പ്രാപിച്ച കർത്താവാണ്. ദൈവമക്കളാകുന്ന നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദേശത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളുടെ മേൽ, ടെറിട്ടോറിയൽ സ്പിരിറ്റിന് മേൽ, ദേശാധിപതി ശക്തികളുടെ മേൽ നാം മുന്നേറണം. സാർ ഇത്രയും പഠിത്തമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഇതൊക്കെ ഉണ്ടോ, പോരാട്ടമൊക്കെ ഉണ്ടോ, ദേശാധിശക്തിയൊക്കെ ഉണ്ടോ നിങ്ങൾ ചോദിച്ചേക്കാം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം. ദാനിയേൽ 21 ദിവസം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ന്യായപ്രമാണത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് പ്രാർത്ഥിച്ചതാണ്. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ മറുപടിയുമായിട്ട് ദൈവം ദൂതനെ അയച്ചു. നാം പിന്നീട് കാണുന്നത് 21 ദിവസം പാർസി രാജ്യത്തിൻ്റെ പ്രഭു അതിനെ തടഞ്ഞു വെച്ചു. അത് ലിറ്ററലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള ഒരു റൂളർ അല്ല എന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ മിഖായേലിനെ ദൈവം അയച്ച് ആ വിഷയത്തിന് മേൽ വിടു നൽകുവാനിടയായി.
ഈ പാർസി രാജ്യത്തിൻ്റെ പ്രഭു പോയി കഴിഞ്ഞ് ഇനി ആര് വരും? ഒരു യവനപ്രഭു വരും. അവിടെ താഴെ പറയുന്നുണ്ട്. അപ്പോൾ നാം നമ്മുടെ അദൃശ്യ മണ്ഡലങ്ങളിൽ, നമുക്ക് കാണാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ, നമുക്ക് ഗ്രഹിപ്പാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ ദൈവജനത്തോടും ദൈവമക്കളോടും ദൈവസഭയോടും ശുശ്രൂഷകളോടും നന്മകളോടും ഒക്കെ പോരാടുന്ന അദൃശ്യ മണ്ഡലങ്ങളുണ്ട്. അവയെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും പോരാട്ടത്തോടും കൂടെ ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ ദൈവസഭയ്ക്കിടയാകണം. ഓ റബന ഗജന റബന ശബന് ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഇതിനുള്ള ബലം കർത്താവ് നമ്മെ ധരിപ്പിക്കും. അപ്പോൾ ഈ ആത്മീയ പോരാട്ടത്തിൻ്റെ 3 തലങ്ങൾ: പ്രൈമറി ലെവല്, ഒക്കൾട്ടിക് ലെവല്, സ്ട്രാറ്റജിക് ലെവല്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി ഗ്രഹിച്ച് ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മീയ വിവേചനത്തോടെ ദൈവജനം മുന്നേറുവാനായിട്ട് ഇടയായിത്തീരണം. എനിക്ക് നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് കൊച്ചു ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും വന്നിരുന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ആത്മാവെന്നെ ഇങ്ങനെ ഉദ്യോഗിപ്പിച്ചുകൊണ്ടിരിക്കും. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഉത്സാഹം കിട്ടുന്നില്ല, പ്രോത്സാഹനം കിട്ടുന്നില്ല. കഴിഞ്ഞ രാത്രികാലം നമ്മൾ കേട്ടല്ലോ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം വചനം കേൾക്കുമ്പോൾ, നാം അത് ഒരുമിച്ച് വിശ്വാസമായി പരിണമിച്ച് അതിനോട് പ്രതികരിച്ച് നാം മുന്നേറുമ്പോൾ അവിടെ ഒരു ആത്മീയമായ ഊർജമുണ്ടാകും. ഹല്ലേലൂയ. അവിടെ ആത്മീയമായ ശക്തി വ്യാപരിക്കും. ആ ആത്മീയ ശക്തിയിൽ ഉടവന ഗജനാരവ ശബന നമുക്കെതിരായി നിൽക്കുന്ന ദേശത്തിൻ്റെ ശക്തികളാകട്ടെ, മന്ത്രവാദത്തിൻ്റെ ശക്തികളാകട്ടെ, സാത്താൻ്റെ ശക്തികളാകട്ടെ, അസൂയയുടെ കണ്ണുകളാകട്ടെ, ആത്മാവിലല്ലാത്ത പറച്ചിലാകട്ടെ, ദൈവാത്മാവിലല്ലാത്ത പ്രാർത്ഥനയാകട്ടെ, മന്ത്രങ്ങളാകട്ടെ, എന്താകട്ടെ, ഒരുമിച്ച് ദൈവജനം ഉടവന ഗജന വചനമേറ്റെടുത്ത് ഹല്ലേലൂയ കർത്താവിൻ്റെ ബലത്തിൽ ശക്തിപ്പെടുമ്പോൾ, അവൻ്റെ കരുത്തിൽ ശക്തിപ്പെടുമ്പോൾ നമുക്ക് ഏത് ശക്തിയെയും ജയിപ്പാനിടയാവും. ഈ 3ാമത്തെ പദം എനർജി, ഡുനാമിസ്, എനർജിയ, ക്രാറ്റോസ്. എനർജി നിങ്ങൾക്കറിയാം, ഡുനാമിയും അറിയാം, ഡൈനാമൈറ്റൊക്കെ അറിയാം. ഈ ക്രാറ്റോസ് എന്ന പദത്തിൽ നിന്നാണ് ഓട്ടോക്രാറ്റ്, ഏകാധിപതി, സ്വേച്ഛാധിപതി. അതൊരു പവർ വേർഡാണ്. ഓട്ടോക്രാറ്റ് സ്വേച്ഛാധിപതിയാണ്. എല്ലാ റോമൻ രാജാക്കന്മാരെയും അവരെ തന്നെ പറഞ്ഞ ഓട്ടോക്രാറ്റർ എന്നാണ്. ഞാൻ സ്വേച്ഛാധിപതിയാണ്, എനിക്കുള്ള ശക്തി വേറെ ആർക്കുമില്ല, ഞാനാണ് സകലത്തെയും ഭരിക്കുന്നത്. എന്നാൽ നാം അടുത്ത വാക്യം, വെളിപ്പാട് പുസ്തകം നാം ആദ്യം തൊട്ട് മുന്നോട്ട് വരുമ്പോൾ ദൈവത്തെ സൂചിപ്പിക്കുന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് സീസറിനോടുള്ള ബന്ധത്തിലാണ്. സീസർ പറഞ്ഞു, ഐ എം എ ഓട്ടോക്രാറ്റർ, ഞാൻ സ്വേച്ഛാധിപതിയാണ്. ദൈവം പറഞ്ഞു, നീ ഓട്ടോക്രാറ്റർ ആണെങ്കിൽ ഞാൻ പാൻഡോക്രാറ്ററാണ്, ഞാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ സർവശക്തനാണ്, ഞാൻ ഏകാധിപതിയാണ്. പൗലോസിൻ്റെ തന്നെ ഭാഷയിൽ ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അമർത്യതയുള്ളവൻ, ആരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവൻ, അവൻ ആ പ്രത്യക്ഷത വരുത്തും. അവിടെ പറഞ്ഞ 2 പദം, ഇതെല്ലാം പറഞ്ഞ് ഒരു ഡോക്സോളജി എന്ന് പറഞ്ഞാൽ സ്തുതി അർപ്പിക്കുക, ആശീർവാദം പറയുക, അവന് മഹത്വവും. അപ്പോൾ ഈ ഡോക്സോളജിയിലെല്ലാം ദൈവത്തിന് സ്തുതി, ഏതെങ്കിലും കാര്യം പറഞ്ഞ് ഒരു സ്തുതിയോടുകൂടെ അവസാനിക്കുന്ന രംഗങ്ങളിലെല്ലാം ഈ ക്രാറ്റോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അവനാ ബലം, എൻ്റെ ദൈവത്തിന് മഹത്വം, എൻ്റെ ദൈവത്തിന് ബലം. ഉൽപ്പത്തി റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 1:6 അവന് മഹത്വവും ബലവും ഉണ്ടാകട്ടെ, ഗ്ലോറി ആൻഡ് ക്രാറ്റോസ്, പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ബലം. 5:13 വെളിപ്പാട് പുസ്തകം 5:13 7 കാര്യങ്ങൾ കുഞ്ഞാടിന് അർപ്പിക്കുന്ന സമയത്ത് 7ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ബലമാണ്.
അത് ഈ ക്രാറ്റോസാ. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാണ് അത്? വെളിപ്പാട് പുസ്തകത്തിൽ അവരുടെ പശ്ചാത്തലം നമുക്കറിയാം. അവർ റോമൻ രാജാക്കന്മാരാൽ കൈസേഴ്സിനാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞാടിനെ കുറിച്ചുള്ള ദർശനം യോഹന്നാന് ദൈവം നൽകി. ഇരിക്കുന്നവരും അവയിലൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവരും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ബലം. എന്തിനാ ദൈവത്തിന് ബലം? നമ്മൾ പറഞ്ഞ ദൈവത്തിന് ബലമുള്ളോ? യഥാർത്ഥ ബലം എൻ്റെ കർത്താവിന്, യഥാർത്ഥ ജ്ഞാനം എൻ്റെ കർത്താവിന്, യഥാർത്ഥ ധനം എൻ്റെ കർത്താവിന്, യഥാർത്ഥ ജ്ഞാനം എൻ്റെ കർത്താവിന്. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും മണ്ഡലങ്ങളിൽ, ഏതെങ്കിലും മേഖലകളിൽ ഊടപന ഗജനാരവ നിനക്കൊരു കുറവുണ്ട് എന്ന് തോന്നുന്ന മണ്ഡലത്തിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഏറ്റെടുക്ക. ഹല്ലേലൂയ. ഞാൻ ബലഹീനനാണ്, എനിക്ക് ബലമില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് പോരാടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. മഹത്വവും ബലവും ഹല്ലേലൂയ കർത്താവിന്, ജ്ഞാനം കർത്താവിന്, ധനം കർത്താവിന്. കർത്താവിന് നമ്മൾ ധനമൊന്നും കൊടുക്കണ്ട, കർത്താവിന് നമ്മുടെ ശക്തി ഒന്നും കൊടുക്കണ്ട. യഥാർത്ഥ ജ്ഞാനം, യഥാർത്ഥ ശക്തി, യഥാർത്ഥ ബലം. കുഞ്ഞാടിനെ 7 കാര്യങ്ങൾ അർപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന് ക്രിയേറ്ററായിട്ട് 4-ാം അധ്യായത്തിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞാടിനും ദൈവത്തിനും അവരെ സ്തുതി സ്തോത്രങ്ങൾ എക്സസൈസ് ഓഫ് ക്രാറ്റോസ്. ഇതാ നമ്മളിപ്പോൾ സംസാരിക്കുന്ന 1 തിമോത്തി 6:16. ഇപ്പോൾ ആ വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേട്ടതാണ്. 6:16. 1:6:16. താൻ മാത്രമാർത്തുള്ളവനും അടുത്തുകൂടാത്ത വിളിച്ച് വസിക്കുന്നവനും മനുഷ്യരും കാണാത്തവനും കാണാൻ കഴിയാത്തവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ക്രാറ്റോസ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. 1 പീറ്റർ 4:11, 5:11, ജൂഡ് 25, റെവലേഷൻ 1:6, 5:13. 2 വാക്യം ഞാൻ എടുത്തു. വെളിപ്പാട് പുസ്തകത്തിൽ ബലം അവൻ്റേതാണ്, അധികാരം അവൻ്റേതാണ്. കാരണം റോമൻ കൈസർ ഓട്ടോക്രാറ്റായി, സ്വേച്ഛാധിപതിയായി ലോകം മുഴുവൻ അടക്കി വാഴുമ്പോൾ യോഹന്നാന് കൊടുത്ത ദൈവത്തിൻ്റെ ദർശനമാണ്. അവൻ ഓട്ടോക്രാറ്റായിരിക്കും, അവൻ ഏകാധിപതിയായിരിക്കും, സ്വേച്ഛാധിപതിയായിരിക്കും. എന്നാൽ അവൻ്റെ മേൽ അധികാരം നടത്തുന്ന സർവോധിപതിയാണ് ഞാൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മണ്ഡലങ്ങളാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും, ഏത് സാഹചര്യമാണെങ്കിലും, ഈ 4 നിലയിലുള്ള ഈ ദൈവശക്തിയുടെ വ്യാപാരം വിശ്വാസത്തിൽ കൂടെ ദൈവജനത്തിന് ഏറ്റെടുത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ, വെല്ലുവിളികളുടെ മേൽ, തകർച്ചയുടെ മേൽ, പരാജയത്തിൻ്റെ മേൽ മുന്നേറുവാൻ ദൈവജനത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എന്ത് വേണം? കർത്താവിൽ ബി സ്ട്രെങ്തൻഡ്. അവിടെ പാസീവ് വേർഡാ, ബി സ്ട്രെങ്തൻഡ്. അത് അഡ്ജക്റ്റീവായിട്ട് ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് എന്ന് പുതിയ പരിഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഒറിജിനൽ ബി സ്ട്രെങ്തൻഡ് ഇൻ ദ ലോർഡ്. നമുക്ക് ചെയ്യാനൊക്കത്തില്ല, അത് പാസീവ് വേർഡാണ്. അപ്പം ഇതെല്ലാം നമുക്ക് കേട്ട് കഴിഞ്ഞു. അബ്രഹാം എന്ത് ചെയ്തു? സാഹചര്യങ്ങളെ വകവെക്കാതെ അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ശക്തിപ്പെടുക. നമ്മെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഉദ്യോഗമല്ല. ദൈവകൃപയിൽ നമ്മെ ഏൽപ്പിച്ച ദൈവ വഴികൾക്കായി, ദൈവ ശക്തിക്കായി, ദൈവ പ്രവർത്തനത്തിനായി എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. പ്രൈസ് ഗോഡ്. അതാണ് ശക്തിപ്പെട്ടു. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടുക. കർത്താവിലും അവൻ്റെ അമിത ബല, മലയാളത്തിൽ 2 കൂടെ ഒന്നിച്ച് ചേർത്തിരിക്കുക. കർത്താവിൽ ശക്തിപ്പെടണം, അവൻ്റെ ബലത്തിൻ്റെ കരുത്തിൽ, 3 വാക്യം, അവൻ്റെ ബലത്തിൻ്റെ കരുത്തിൽ നാം ശക്തിപ്പെടുവാൻ ഇടയാകണം. നമ്മുടെ ജീവിതങ്ങളെ ദൈവഹിതത്തിനായി നാം സമർപ്പിച്ച് ദൈവഹിതത്തിനായി നമ്മെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ എന്നെയും നിങ്ങളെയും ശക്തീകരിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒന്നാമത്തേത് പൊട്ടൻഷ്യലാണ്, കായിക. ഒന്നാമത്തേത് ഡൈനാമിക്സ് പവർ. രണ്ടാമത്തേത് സ്ട്രെങ്ത്, പ്രതിരോധ ശക്തിയാണ്. വല്ലഭത്വം കരുത്താണ്. മൈറ്റ് എന്നുള്ളതിന് മലയാളത്തിൽ ഇക്വലൻ്റ് ആയിട്ട് നമുക്കുള്ള പദം കരുത്താണ്.
കരുത്ത്, ബലം ക്രാറ്റോസ്, കരുത്ത് ഇസ്കീസ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ഇൻഹെറൻറ്റ് പവറാണ്. അപ്പോൾ ഈ പവറിനെ, ദൈവത്തിൻ്റെ ഈ ശക്തിയെ, ഈ ദൈവത്തിൻ്റെ ശക്തിയുടെ വിവിധ മണ്ഡലങ്ങളെ, മേഖലകളെ ഹൈലൈറ്റ് ചെയ്ത് പൗലോസ് എഴുതുകയാണ്. ഭാഷയ്ക്ക് പരിമിതിയുണ്ട്, എന്നാൽ ഈ 4 കാര്യങ്ങളും ഒറ്റവാക്യത്തിൽ അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ കാര്യം നമ്മളിൽ വിശ്വസിക്കുന്ന, നമ്മളിൽ നമ്മൾ വ്യാപരിക്കുന്ന എന്നുള്ളിടത്തെല്ലാം നമുക്ക് മടി കൂടാതെ നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന എന്നുള്ളത് നാം മാറ്റി വായിച്ചാൽ വ്യാപാരവും വലിയ ഈ നാളുകളിൽ ഉപയോഗിക്കുന്ന ഒരു സർക്കിൾ ഉപയോഗിക്കുന്ന ഒരു മലയാളം പദമല്ല. നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിവുള്ള നമ്മുടെ ദൈവം. അപ്പോൾ വിശ്വാസത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നേറുവാനായിട്ട് ഇടയാണ്. ഈ വർക്കിങ്ങിനെ കുറിച്ച് ഇത് ഏതെല്ലാം മണ്ഡലങ്ങളിലാണ്? അത് നാം ഇപ്പോൾ കേട്ടതുപോലെ ആത്മീയ പോരാട്ടങ്ങളിൽ നമ്മെ സഹായിപ്പാൻ ശക്തമാണ്. 3:7 എഫേസ്യ ലേഖനം 3:7 നാം പ്രത്യേകിച്ച് ഒരു മിഷൻ ട്രിപ്പിന് വേണ്ടി നാം ഒരുങ്ങുകയാണല്ലോ. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. അവിടെയും ഓപ്പറേഷനാണ്, ശക്തിയുടെ ഭാഷയാണ്. നാം എങ്ങനെ ദൈവമക്കളായി തീർന്നു, നാം എങ്ങനെ ശുശ്രൂഷക്കാരായി തീർന്നു, നാം എങ്ങനെ കർത്താവിൻ്റെ ദാസന്മാരായി തീർന്നു. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരത്താൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷയ്ക്ക് നമ്മെ സാധ്യമാക്കുന്ന ഇതാണ്. കർത്താവ് പറഞ്ഞു, ശിശുമയോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തും ദൈവശക്തിയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് ശക്തമായിട്ട് ദൈവശക്തിയെക്കുറിച്ച്, സധൈര്യം ദൈവശക്തിയെക്കുറിച്ച് ഊന്നി പറയുകയാണ്. പുതിയ നിയമത്തിൽ ദൈവത്തെ പുകഴ്ത്തുന്ന സ്ഥാനങ്ങളിലെല്ലാം ഈ ശക്തിയുടെ ഒരു വശത്തെക്കുറിച്ച്, ക്രാറ്റോസിനെ കുറിച്ച്, ബലത്തെക്കുറിച്ച് താൻ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. 3:7, 4:16 ഈ ഭാഗങ്ങളിൽ എല്ലാം നമ്മളിൽ വ്യാപരിക്കുന്ന ഈ ദൈവശക്തിയെക്കുറിച്ച്. അതിൽ അവസാനമായി 3-ാം അധ്യായത്തിൽ താൻ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ ചെയ്യുവാൻ കഴിയുന്ന ഈ ശക്തിയെക്കുറിച്ച്. അവൾ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ എന്ത് പ്രശ്നമാണെങ്കിലും, എന്ത് തകർച്ചയാണെങ്കിലും, എന്ത് പ്രതികൂലമാണെങ്കിലും, എന്ത് രോഗമാണെങ്കിലും, എന്ത് ആവശ്യമാണെങ്കിലും വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധാനത്തിൽ നാം കടന്നു എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നാം ഏത് വെല്ലുവിളികളുടെ മുമ്പിലാണെങ്കിലും നമുക്ക് മാനുഷികമായ നിലയിൽ പരിഹരിപ്പാൻ കഴിയാത്ത നിലയിലുള്ള, നമുക്ക് ഡോക്ടർമാരാൽ പരിഹരിപ്പാൻ കഴിയാത്ത നിലയിലുള്ള, നമുക്ക് ഒരു നിലയിലും മുന്നേറുവാൻ കഴിയാത്ത നിലയിലുള്ള സാഹചര്യങ്ങൾ നാം നേരിടുമ്പോൾ അത് അന്ധകാര മണ്ഡലങ്ങളിൽ നിന്നോ അദൃശ്യമായ മണ്ഡലങ്ങളിൽ നിന്നോ നമ്മോടുള്ള പോരാണെന്ന് മനസ്സിലാക്കുക. എന്ത് വിഷയമാണെങ്കിലും അതിന്മേൽ ജയമെടുത്ത് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ കഴിയണം. കർത്താവിലും അവൻ്റെ ബലത്തിൻ്റെ കരുത്തിലും നാം ശക്തിപ്പെടുവാൻ ഇടയാകണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നമ്മെ പുറകോട്ട് വലിക്കുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട്. നമ്മളെ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ ഉത്സാഹം നശിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തളർച്ചയിട്ട് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയാതെ, മുന്നേറുവാൻ കഴിയാതെ, ധ്യാനിപ്പാൻ കഴിയാതെ, പ്രാർത്ഥനയിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ ഒക്കെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ നാം കടന്നു പോകും. ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഊർജം പകരുന്നത്, എനർജി പകരുന്നത് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസമാണ്. നമ്മുടെ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ കരുതും, ദൈവം എനിക്ക് ദോഷമായി ഒന്നും ചെയ്യുകയില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യമുണ്ട്.
ഹല്ലേലൂയ, 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 പ്രൈസ് ഗോഡ്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സായി. ഇതിനു മുമ്പ് അനേക ചലഞ്ചസ് അപ്പസ്തോലൻ പല വെല്ലുവിളികൾ അപ്പസ്തോലൻ കണ്ടിട്ടുണ്ട്. പൗലോസ് കണ്ടിട്ടുണ്ട്. പൗലോസ് പറഞ്ഞു, പറഞ്ഞൊരു കാര്യമുണ്ട്, സഫലവും ഞാൻ പെന്തക്കോസ്ത് നാൾ വരെ എഫെസോസിൽ പാർക്കും. 1 കൊരിന്ത്യർ 16. എന്നാൽ സഫലവും വിശാലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. സഫലവും വിശാലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ദൈവമക്കളാകുന്ന നാം വളരെ ജാഗരൂകരായി നാം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം നമുക്ക് പല കാര്യങ്ങൾ, പല വന്താവുകൾ, പല അവന്യൂസ്, പവൽ ഡോർസ് എല്ലാം ഈ ദിവസങ്ങളിൽ തുറന്നിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനോട് ചേർത്ത് വായിക്കണം, അതിനോട് ചേർത്ത് പ്രാർത്ഥിക്കണം. വിശാലവും സഫലവുമായ ഒരു വാതിൽ എൻ്റെയും നിൻ്റെയും മുമ്പിലുണ്ടെങ്കിൽ എതിരാളികൾ പലരുണ്ട്. ഹല്ലേലൂയ. എതിരാളികൾ പലരുണ്ട്. പോരാട്ടം നമുക്കുണ്ട്. വിശ്വാസത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, ആത്മീയ പോരാട്ടത്തോടുകൂടെ മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. എല്ലാം ക്രമീകരിക്കപ്പെട്ടു, എല്ലാം ശരിയായല്ലോ, ഇപ്പം നമ്മുടെ ഹോള് നമുക്ക് കിട്ടിയല്ലോ, സാങ്ക്ച്വറി കിട്ടിയല്ലോ, നമ്മുടെ സ്വന്തമാണല്ലോ എന്നൊക്കെ നല്ല കാര്യം തന്നെയാണ്. നമുക്ക് സൗകര്യമായി നമുക്ക് ആരാധിക്കാം. എന്നാൽ ഈ വിശാലതയുടെ മധ്യത്തിൽ ആരും ഉറങ്ങിപ്പോകരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശിംശോൻ ഉറങ്ങിയപ്പോഴാണ് ഹല്ലേലൂയ അവൻ്റെ മേൽ ബന്ധനം വന്ന് ഓർത്തോണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് ഈ ആഴ്ച നമ്മുടെ ടീം കടന്നുപോയി. എനിക്ക് അല്പം കൺസേൺ ഉണ്ട്. പുതിയ ഒരു സാഹചര്യത്തിലോട്ട് കടന്നു പോവുകയാണ്. നാം ശക്തിയോടെ ഉടപന ഗജന നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും, നമ്മുടെ കൂടിവരകളിലും, നമ്മുടെ ഓൺലൈൻ പ്രേയറുകളിലും എല്ലാം വളരെ ശക്തിയോടുകൂടെ ഉടപന തുറക്കപ്പെട്ട വിശാലമായ സഫലമായ ഈ വാതിലുകൾ അടയാതിരിക്കാൻ ഖജന, ശത്രുവായവൻ അസൂയയുടെ കണ്ണുകളാൽ ഉടപന ഖജന ആർക്കും ഭാരങ്ങളുണ്ടാകാതെ, ഈ സഭയിൽ ഒരു ഭാരമുണ്ടാകാതെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ഭാരമുണ്ടാകാതെ, നമ്മുടെ ഭവനങ്ങൾക്കൊരു ഭാരമുണ്ടാകാതെ, നമ്മുടെ വാഹനങ്ങൾക്കൊരു ഭാരമുണ്ടാകാതെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഭാരമുണ്ടാകാതെ, നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ആത്മാവിനോ ക്ഷീണമുണ്ടാകാതെ, ഭാരമുണ്ടാകാതെ ദൈവം എല്ലാവരെയും ദൈവകൃപയുടെ മറവിൽ മറയ്ക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഉടമന ഗജന രപന ശപന ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം കർത്താവേ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ഞങ്ങളുടെ ക്രിസ്തീയ അനുഭവങ്ങളിൽ, സഭയുടെ മുന്നേറ്റത്തിലെല്ലാം അനുഭവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തെ എല്ലാം അനുഗ്രഹിക്കണം. യേശുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ്.